ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചില ആളുകൾ ഭൂമി ലോകത്തിനിയും ഒരുപാട് ചിലപ്പോൾ ഉണ്ട്. കാണുന്നില്ലേ, ഗസയിൽ എത്ര ചെറിയ മക്കളെയാണ് അരും കൊല ചെയ്ത് കളയുന്നത്. അപ്പൊ ചിലർ ചോദിക്കാണ്, എന്റെ ഇവരെ പടച്ചോൻ ജീവിച്ചിരിപ്പില്ലേ? ഇവരെ പഠിച്ചവൻ എന്താ ജീവിച്ചിരിപ്പില്ലേ? എന്റെ അല്ലാഹു തആല ആ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തത്? കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനും നീയും മനസ്സിലാക്കുന്നത് പോലെയാണ് കാരുണ്യം എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ അല്ലാഹു ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത പ്രവാചകനാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ ലോകത്തോട് വിട പറയും അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പാണ്. ബാപ്പ ലോകത്തോട് വിട പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം തന്നെ. പോരാ, ജന്മം കഴിഞ്ഞതിന്റെ ശേഷം 6 വയസ്സായപ്പോൾ ആ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്തിനാണ്? പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് അവിടുത്തെ റഹ്മത്തുണ്ടാകണം. അവിടുത്തെ ജീവിതം കാണുമ്പോൾ അവർക്ക് മനസ്സിന് സമാധാനമുണ്ടാകണം. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ആൺകുട്ടികളെല്ലാം ഏകദേശം കുട്ടിക്കാലത്ത് വഫാത്തായി പോയി. ഒരൊറ്റ മക്കളും വലുതാകാൻ സാധിച്ചില്ല. എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്? അവിടുത്തെ ഉമ്മത്തിലുള്ള ആളുകൾക്ക് എന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയും മക്കള് പ്രായപൂർത്തിയായി വലുതായി വരുന്നത് വരെ അല്ലാഹു ആൺകുട്ടികളെ നൽകിയിട്ടില്ലല്ലോ എന്ന ഒരു സമാധാനം അവർക്ക് ഉണ്ടാകാനാണ്. അങ്ങനെ മനുഷ്യന് എന്താണ് ഖൈറ് എന്നറിയുന്ന, എന്താണ് ശർറ് എന്നറിയുന്ന ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹുവിനെക്കാൾ എനിക്കും നിങ്ങൾക്കും ഖൈറും ശർറും തിരിച്ചറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ചിന്തയുണ്ടല്ലോ, അവിടെയാണ് പിഴവ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഖൈറായിരിക്കും. എങ്ങനെ നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഖൈറായിരിക്കും. ഇല്ലേ? അങ്ങനെ അനുഭവങ്ങളില്ലേ? ചിലപ്പോൾ നമ്മൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഖൈറായിരിക്കും. ചിലപ്പോ നമ്മളെ വീട്ടിൽ ആ സമയത്ത് ആരും വരണ്ടാന്ന് വിചാരിക്കുന്ന സമയമാണ്. അപ്പൊ ഒരാൾ വന്നു നോക്കാം, ഉദാഹരണം പറയാം, അയാൾ വരണ്ടാന്ന് വിചാരിച്ച സമയം ഇപ്പൊ ആരും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പൊ ഒരാൾ വീട്ടിലേക്ക് കയറി വന്നു. അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നുന്നുണ്ട്, പഠിച്ചോനെ ഇയാൾ ഇപ്പൊ ഇങ്ങനെ കയറി വരണ്ടില്ലേ? ഞാൻ കുറെ മുമ്പാണ് സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്ത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോ ആ വീട്ടിന്റെ ആ കൊലായിൽ തന്നെ വീട്ടിന്റെ ഉടമസ്ഥനാണ്. കയറിയിട്ട് ബെല്ലടിച്ച് നോക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, അയാൾ ഇവിടെ ഇല്ല. അയാള് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇവിടെ ഇല്ല. ഞാൻ കയറി ചെല്ലുമ്പോ അയാളെ കണ്ടുപോയി. ഞാൻ അവിടെ അയാൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പിന്നെ പറയാൻ പോയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വലാ തജസ്സസൂ, നിങ്ങൾ ചുഴലന്വേഷിക്കാൻ പാടില്ല. അയാളില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തോ കാരണം ഉണ്ടാകും. കാണാൻ പറ്റാത്തത് കൊണ്ടോ കാണാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ എന്തോ ആയിരിക്കാം. ഞാൻ അവിടുന്ന് സന്തോഷത്തിൽ ഇറങ്ങിപ്പോ. അപ്പൊ ചില സമയം ചില ആളുകളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ചില സമയം ഉണ്ടാവും. അതിന്റെ പേരിൽ നമ്മൾ അയാളെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. എല്ലാ മനുഷ്യരും എല്ലാ സമയത്തും ഒരുപോലെ ആകണം. എല്ലാ സമയത്തും ഒരുപോലെയാവോ? ഇല്ല. ഇന്ന് ചിലപ്പോൾ നിങ്ങളോട് ചിരിച്ച് കളിക്കുന്ന സ്വഭാവമായിരിക്കാം നമ്മളെ സ്വഭാവം. നാളെ നേരം വെളുക്കുമ്പോ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, പക്ഷേ ആളെ മൂഡ് ഓഫ് അല്ലേ? അങ്ങനെ ഉണ്ടായില്ലേ? എന്താണ് കാരണം എന്ന് ചോദിച്ചാലൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ആൾക്ക് മൂടില്ല. അങ്ങനെ ഒരു മലലുണ്ടാകുന്ന സമയം, മനുഷ്യന്റെ മനസ്സിന് ഒരു സുഖം കിട്ടാത്ത സമയം, അങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇന്നലെ ഭർത്താവിന് ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചു. നേരം വെളുത്ത് വരുമ്പോ മൂപ്പർക്ക് യാതൊരു സ്നേഹവും പിന്നെ കാണാനില്ല. കാരണം മൂപ്പർക്ക് നേരം വെളുത്താ പിന്നെ ജോലിക്ക് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ജോലിയിലുള്ള എന്തെങ്കിലും പ്രയാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ജോലി വിചാരിച്ചിട്ടുള്ള പ്രയാസം, അല്ലെങ്കിലോ എന്തോ കച്ചവടം നടന്നു കിട്ടാത്ത പ്രയാസം, അങ്ങനെ 100 പ്രശ്നങ്ങൾ അലട്ടുന്നതുണ്ടാകാം. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നാ പറഞ്ഞത്. ഞാൻ അയാളെ പിന്നീട് പല തവണ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ അയാൾ നിങ്ങളെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്നെ എന്റെ മുന്നിൽ വരാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. അതിനുശേഷം ഒരുപാട് പ്രാവശ്യം അയാളെ കണ്ടിട്ടുണ്ട്, അയാളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. ഒരു പ്രയാസം അയാൾക്കുണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല.
അങ്ങനെ ചിലപ്പോൾ ചിലത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണം. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് നടിക്കണം. ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് അവരെ മുന്നിൽ അങ്ങ് നടിച്ചേക്കണം. അപ്പോഴാണ് അവർക്ക് അതിന്റെ സുഖം ഉണ്ടാകുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും ഇത് അനിവാര്യമായ ഒരു ഘടകമാണ്. എപ്പോഴും ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാരാകരുത്. അയാളെ ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് ഈ രാത്രി ആരായിരിക്കും, അല്ലെങ്കിൽ അവളെ ഫോണിൽ മെസ്സേജ് വരുമ്പോഴേക്ക് നമ്മൾ അപ്പോഴേക്കെന്നെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം, വെറുതെ ആവശ്യമില്ലാത്ത ചിന്താഗതികൾ ഇബ്ലീസ് മനസ്സിലിട്ട് തരുമ്പോ അതിന്റെ പിന്നാലെ പോയി നമ്മുടെ മനസ്സിനെ അകറ്റിക്കളഞ്ഞ് ഇബ്ലീസ് സുഖമെടുക്കാമെന്ന് കരുതുമ്പോ അതിന് സിന്ദാബാദ് വിളിക്കുന്ന സ്വഭാവമാകരുത്. പരസ്പരം വിശ്വസിക്കാനുള്ള മനസ്സ് വേണം. പരസ്പരം ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. ഞാൻ പറഞ്ഞു വന്നത് തജസ്സുസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കണ്ടാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാണ് കണ്ടതെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് കോടതിയുടെ മുന്നിൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് പോയിട്ട് പറയരുത് എന്നാണ് ഇസ്ലാമിക നിയമം. എങ്ങനെ നിങ്ങൾ കാണാൻ പറ്റാത്തത് എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് കണ്ടുപോയി. നിങ്ങൾ കാണണമെന്ന് വിചാരിച്ചതല്ല, കണ്ടുപോയി. കണ്ടതിന്റെ പേരിൽ ഒറ്റയ്ക്ക് കണ്ടിട്ടുള്ള ഒരാളുമില്ല. അങ്ങനെയാണെങ്കിൽ 4 സാക്ഷികളില്ലാതെ ഒരിക്കലും കോടതിയുടെ മുന്നിൽ പോയി ആ വിഷയത്തെ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യരുത്. ചെയ്താലോ അങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് അവൻ പറയുകയാണെങ്കിൽ അവർക്ക് പോയിട്ട് ശിക്ഷ കൊടുക്കണം, അടി കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ചില കാര്യങ്ങൾ കണ്ടാൽ പോലും കണ്ടിട്ടില്ല എന്ന് നടിക്കാൻ കഴിയണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ തോന്നിവാസത്തിനും അവസരം കൊടുക്കണം എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. തെറ്റിനെ പരസ്യപ്പെടുത്തുന്നതിന് ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾക്ക് എന്തോ ഒരു അപാകത പറ്റിപ്പോയി, എന്തോ ജീവിതത്തിൽ എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, അയാളെ കുറിച്ച് എന്താ നാട്ടിൽ അയാൾ പ്രസംഗിക്കാൻ വരും, അയാളെ പറ്റി പ്രസംഗത്തിൽ പറയണം എന്ന് നമ്മൾ വിചാരിക്കരുത്. അയാളെ പേരെടുത്ത് ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു ആവശ്യമില്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു മുസ്ലിം പെൺകുട്ടിയോ അല്ലെ ആൺകുട്ടിയോ ആരോ ആകട്ടെ, അറിവില്ലായ്മയുടെ പേരിൽ ചെയ്തതിന്റെ പേരിൽ അവരെ പരസ്യമായി ആക്ഷേപിക്കുന്ന ശൈലി ഉണ്ടായാൽ അവർക്കുള്ള ഈമാൻ കൂടി നഷ്ടപ്പെട്ടു പോകാനാണ് അത് കാരണമാകുന്നത്. തെറ്റിന്റെ പേരിൽ നമ്മൾ അവരെ പരസ്യമായി ആക്ഷേപിക്കരുത്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ സാഹചര്യം തെറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അറിയാതെ അവനെ പറ്റിപ്പോകുന്ന ചില തെറ്റുകൾ ഉണ്ടാകാം. അതിന്റെ പേരിൽ അവരെ പരസ്യമായി ആക്ഷേപിച്ച് ജനങ്ങളുടെ മുന്നിൽ അവരെ പരസ്യമായി ആക്ഷേപിക്കുന്ന ശൈലി അതൊരിക്കലും ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂ. പ്രസംഗിക്കുന്ന എനിക്കിഷ്ടമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ചോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, തിന്മയെ പരസ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല. എന്തുകൊണ്ട്? ചില തിന്മകളെ പരസ്യപ്പെടുത്തിയാൽ അവർ തിന്മയിൽ ദായിമാകാൻ, തിന്മയിൽ അവർ സ്ഥിരമായി പോകാൻ, അത് കാരണമായി പോകാൻ ചിലപ്പോൾ നിങ്ങളുടെ സംസാരം കാരണമാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് അത്തരം ചില കാര്യങ്ങളെ കാണുന്നത്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു തിന്മ നിന്റെ ജീവിത ശ്രദ്ധയിൽപ്പെട്ടാൽ അവനെ സ്വകാര്യമായി ഉപദേശിച്ചോ അല്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റുന്നവരെ കൊണ്ട് ഉപദേശിപ്പിച്ചിട്ടോ അവനെ എങ്ങനെയെങ്കിലും ആ നല്ല വഴിയിലേക്ക് നയിക്കാൻ എന്ത് വഴിയുണ്ട് എന്ന് ചിന്തിക്കേണ്ടത്. ആക്ഷേപിക്കുന്ന ശൈലിയായ, അവരെ കുറ്റപ്പെടുത്തുന്ന ശൈലിയായ അവരെ മനസ്സ് കൂടുതൽ ചീത്തയാകാതെ കാരണമാണ്. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം.